പൊതുവിദ്യാഭ്യാസ പദ്ധതി തകർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഗൂഢനീക്കം അനുവദിക്കില്ലെന്ന മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സിലബസ് കാലഹരണപ്പെട്ടതാണെന്നും അത് അടിമുടി മാറ്റണമെന്നുമുള്ള വി.ഡി. സതീശന്റെ പ്രസ്താവന ദൗർഭാഗ്യകരവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല കൈവരിച്ച ചരിത്രപരമായ നേട്ടങ്ങളെയും ശാസ്ത്രീയമായ പാഠ്യപദ്ധതി പരിഷ്കരണത്തെയും അധിക്ഷേപിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കേരളം സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കിയത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ പൂർണ്ണമായി മാറ്റിയെഴുതി. ജനകീയ ചർച്ചകളിലൂടെയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തുകൊണ്ടാണ് പുതിയ പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്തത്. ആ ഘട്ടത്തിൽ വികസനാത്മകമായ ഒരു നിർദ്ദേശം പോലും നൽകാൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ തയ്യാറായില്ലെന്നും ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. ബോധപൂർവം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്നും അതൊരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ദേശീയ നിലവാരത്തിലും അന്തർദേശീയ നിലവാരത്തിലും അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഗൂഢനീക്കം നടക്കുകയാണ്. കേരള സിലബസ് കാലഹരണപ്പെട്ടതാണെന്നും അത് അടിമുടി മാറ്റണമെന്നും ഉള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ പ്രസ്താവന അങ്ങേയറ്റം നിർഭാഗ്യകരവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ചരിത്രപരമായ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്. എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാണോ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ശാസ്ത്രീയമായ പാഠ്യപദ്ധതി പരിഷ്കരണത്തെ അധിക്ഷേപിക്കുന്നത് ഒട്ടും ഗുണകരമായ കാര്യമായി തോന്നുന്നില്ല. എന്തടിസ്ഥാനത്തിലാണ് സിലബസ് കാലഹരണപ്പെട്ടതെന്ന് വ്യക്തമാക്കുവാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഏഴവട്ടക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കേരളം സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ളത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പൂർണ്ണമായും മാറ്റിയെഴുതി. ഇത് കേരള സിലബസ് മോശമാണെന്നും കേരള സിലബസിൻ്റെ പാഠ്യപദ്ധതി പഴക്കം ചെന്നാണെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് മറ്റു ചില കോഴ്സുകളെ പ്രോത്സാഹിപ്പിക്കുവാനും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കോട്ടം തട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണോ നടത്തുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുമെന്ന ഘട്ടത്തിലാണ് PMC പദ്ധതി സംബന്ധിച്ച കരാർ മരവിപ്പിക്കാൻ കേരളം തയ്യാറായത്. എന്നാൽ പ്രധാനമന്ത്രിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷം സതീശനുണ്ടായ വെളിപാട് അതീവ ഗൗരവമാണ്. പൊതുവിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരണത്തിന് വഴിയൊരുക്കാനുള്ള ഏത് നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.